ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് അനുവദിച്ച കാശാണെന്നറിഞ്ഞ സത്യം അത് സ്വീകരിക്കോ പിള്ളച്ചേട്ടാ? സത്യം അത് അറിയണ്ട. ഈ പറഞ്ഞത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഞാൻ ഇവിടെ വന്നതടക്കം അതാ ഞാൻ ഈ നേരത്തെ വന്നത്. അല്ലെങ്കിൽ തന്നെ അവർക്ക് നേരെ നമ്മളിത് കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? കുറെ സങ്കടങ്ങള് സ്വയം അനുഭവിക്കാന്നല്ലാതെ മറ്റെന്ത് ഗുണാ ഇതിന്ന് ഉണ്ടാവുന്ന? കുഞ്ഞിച്ചി, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? മടുത്തു. ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നെ? എനിക്കിപ്പോ എന്നോട് എന്നെ ദേഷ്യം തോന്നുന്നു. ശ്യാമേ, നീ എന്തൊക്കെയാ പറയുന്ന? നിന്റെ മനസ്സ് നീ പറയുന്നിടത്ത് നിൽക്കുന്നില്ല. മനസ്സ് കൈവിട്ടാലുള്ള അവസ്ഥ അറിയാലോ. സങ്കടങ്ങളുണ്ട്, എനിക്കതറിയാം. പക്ഷെ അതെല്ലാം തരണം ചെയ്യുന്നിടത്ത നമ്മൾ നമ്മുടെ ദുരിതങ്ങളെ തോൽപ്പിച്ച് ജീവിച്ച് കാണിക്കേണ്ടത്. ഇപ്പതേ എന്റെ അവസ്ഥ കണ്ടില്ലേ? എന്നെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടല്ലേ ഞാനിപ്പോ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താ? തോൽക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. ഈശ്വരന്റെ മുന്നിലെ ഞാൻ എന്റെ ജീവൻ അടിയറവ് വയ്ക്കുമെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു ഉറപ്പും വിശ്വാസവും നമുക്ക് നമ്മളിലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറും. സത്യം മനസ്സിലാക്കി ശത്രുക്കളുടെ കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കി ലോകത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതുവരെ എന്റെ മോളെന്ന് ക്ഷമിക്ക്. ഇനി അങ്ങോട്ടുള്ള വിഷമങ്ങള് ശത്രുക്കൾക്കാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമുണ്ട് നമുക്കൊപ്പം. അതിന്റെ തെളിവ് നിന്റെ ഈ കുഞ്ഞേച്ചി തന്നെയാ. പറഞ്ഞതെല്ലാം കേട്ടല്ലോ. മനസ്സ് വിഷമിപ്പിക്കാതെ തന്റെ ഇടത്തോടെ ദുരിതങ്ങളെ നേരിടാൻ പഠിക്കേ. എങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും. സത്യേ, പപ്പി, ദേ വന്ന് കഴിച്ചേ. ദേ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. വരുന്നു. വാ പപ്പി, നമുക്കിനി എന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്കാം. എന്നാ വാ, പപ്പിയും കൂടി കൂട്ടിക്കോ. ദേ എനിക്ക് ഇനി ഒരുപാട് പണി ഒതുക്കാനുള്ളതാ മക്കളെ. ദേ വന്നു ശാരദാമ്മേ. അപ്പോഴേക്കും അങ്ങ് വിളമ്പി കഴിഞ്ഞോ? ഓ പിന്നെ, അതിനൊക്കെ എത്ര നേരം വേണം? ദേ കറികളൊക്കെ എടുത്ത് കൂട്ടണേ. ആരുമില്ലേ ഇവിടെ? അതെ വരുന്നു. ദേ ഇത് മുഴുവൻ കഴിച്ചിട്ട് ഇവിടുന്ന് എഴുന്നേക്കാവൂ. ശാരദാമ്മ ആരാ വന്നത് നോക്കട്ടെ കേട്ടോ. കഴിക്കണേ. ആ പിള്ളച്ചേട്ടനോ? കേറിയിരിക്കും പിള്ളച്ചേട്ടാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. കുട്ടികളൊക്കെ കിടന്നു? ഇല്ല, അവര് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. പിള്ളച്ചേട്ടൻ വല്ലതും കഴിച്ചോ? ഞാൻ എന്നാ ചായ എടുക്കട്ടെ? ഈ സമയത്തോ? വേണ്ട വേണ്ട, ഇനി വീട്ടിൽ പോയി ഇച്ചിരി കഞ്ഞി കുടിക്കണം. അത് തന്നെ ധാരാളം. പിന്നെ അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാവൂല്ലേ? പൊരുത്തപ്പെടാതെ എന്ത് ചെയ്യാനാ? വരുന്നതെല്ലാം തൊണ്ട തൊടാതങ്ങ് വിഴുങ്ങുക. അതായിപ്പോയില്ലേ? എന്നാലും സത്യാമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമല്ല ശാരദാമ്മ. ആ പിടിവാശിയും തൻപ്രമാണിത്വം അല്പം കൂടി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമേ ഉള്ളൂ. ഇപ്പോഴും അവർ ഇരുന്നിരുന്ന തങ്ക സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത് സത്യാമ്മയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവ വൈകല്യ പിള്ളച്ചേട്ടാ. അത് മാറില്ല. അത് മാറിയ പിന്നെ അവരില്ല. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഈ ഒരു അവസ്ഥയില്
കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയിലും ആനപ്പുറത്ത് തന്നെ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്തു പറയാനാ? രാഘവേട്ടൻ എന്തു പറയുന്നു? അയ്യോ, സാറ് പാവ. വരുന്ന ദുരന്തങ്ങളെ സങ്കടം കൊണ്ട് അടക്കി പിടിച്ച് നേരിടുന്നു. ചില സമയത്ത് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കരയുന്നത് കാണാം. നമ്മൾ ചെല്ലുമ്പോൾ ചിരി മുഖത്ത് വരുത്തി അത് മറയ്ക്കാൻ ശ്രമിക്കും. അത് കാണുമ്പോഴാ കൂടുതൽ സങ്കടമാകുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്നുള്ളത് വിധിയാണ്. അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞു പോകാൻ ഒരു വരുമാന മാർഗം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതിന് വിഷ്ണു ഇല്ലേ അവിടെ? അവൻ നോക്കൂലേ വീട്ടിലെ കാര്യങ്ങള്? സത്യാമ്മ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ട്. സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം. മുമ്പ് എങ്ങനെയാണോ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇവിടെയും കഴിയണം. മുമ്പ് പറമ്പിൽ നിന്നുള്ള വാരാഴിക മാത്രം മതി ആ കുടുംബത്തിന് സുഖമായി കഴിഞ്ഞു പോകാൻ. ഇന്നിപ്പം പറമ്പുമില്ല, പാടവുമില്ല, വീടും ഇല്ലാത്തൊരവസ്ഥയായി. എല്ലാ കാര്യങ്ങൾക്കും പുറം വരാഴിക തന്നെ വേണം. അതായത് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് നോക്കിയാലേ മുമ്പോട്ടുള്ള ജീവിതം നടക്കുള്ളൂ ശാരദാമേ. അതൊരു നല്ല കാര്യാ. എന്തെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. വീട്ടിലൊരിക്കലും കാശൊഴിയില്ല എന്നൊരു ഗുണവും അതിനുണ്ട്. അതിനുവേണ്ടി ഞാനും സത്യാമ്മയും കൂടി ബ്ലോക്ക് ഓഫീസർ പോയി കണ്ടിരുന്നു. അയാൾ ഒരു അഹങ്കാരി. ഫണ്ടുണ്ട്, പക്ഷെ ആ ഫണ്ട് സത്യാമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അത് കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയ്ക്ക് അനുവദിച്ച് കിടക്കുകയാണെന്നൊക്കെയാ പറയുന്നത്. ശാരദാമ്മയ്ക്ക് ആ ഫണ്ട് അയാൾ തരും. സത്യാമ്മയോടുള്ള ഏതോ മുൻ വൈരാഗ്യം കൊണ്ട് അയാൾ പറഞ്ഞു ഒപ്പിക്കുന്നതാ ഇതൊക്കെ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ശാരദാമ്മ ഒന്ന് മനസ്സ് വെച്ചാ പിന്നെ അയാൾക്കത് സത്യാമ്മയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അതവർക്ക് കിട്ടിയ ഈ സമയത്ത് അതവർക്കൊരു ആശ്വാസമാണ്. അത്രയ്ക്ക് ഗതികേടായതുകൊണ്ടാ ശാരദാമ്മ ഞാനിത് ഇവിടെ ഒന്ന് പറഞ്ഞത്. സത്യാമ്മ അത്രയ്ക്ക് തകർന്നു. സത്യാമ്മയുടെ മനക്കട്ടി കൊണ്ട് അത് പുറത്ത് കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ. എനിക്ക് അനുവദിച്ച കാശാണെന്നറിഞ്ഞ സത്യാമ്മ അത് സ്വീകരിക്കോ പിള്ളച്ചേട്ടാ? സത്യാമ്മ അത് അറിയണ്ട. ഈ പറഞ്ഞത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഞാനിവിടെ വന്നതടക്കം അതാ ഞാൻ ഈ നേരത്തെ വന്നത്. ശാരദാമ്മ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ അധികം വൈകരുതെന്ന് മാത്രം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ ശാരദാമ്മേ. ഇനി ഇരുട്ടിയാൽ പട്ടിയുടെ ശല്യം വലിയ രൂക്ഷമാ ഞങ്ങളുടെ പ്രദേശത്ത്. ഒരു വടി എടുത്തോണ്ട് പോണം, ഇല്ലെങ്കിൽ അവന്മാര് കൂട്ടത്തോടെ വന്ന് പൊതിയും.